നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംഭവിക്കുന്നതെല്ലാം എന്റെ കുഴപ്പങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാ. അപ്പൊ പിന്നെ എന്നെ ചതിക്കുന്നവരെ ഞാൻ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. സുജാതേ, എന്താ സദാനന്ദേട്ട, എന്തെങ്കിലും വേണോ? ഞാനൊരു കാര്യം ചോദിച്ച സുജാത എന്നോട് സത്യം പറയൂ. എന്താ? നമ്മുടെ പിള്ളേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജീവനും നിത്യം തമ്മിൽ? അതെന്താ ചോദിക്കാൻ? കുറച്ചു മുമ്പ് ഞാനൊരു കാഴ്ച കണ്ടു. നിത്യമോള് വീട്ടിൽ നിന്ന് തിരിച്ചു കയറി വരുമ്പോ ജീവനോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ മോളുടെ മുടി പൂ വെച്ചിരുന്നു, അത് കാണാതായപ്പോ നോക്കിയാ ജീവൻ പറഞ്ഞേ. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിത്യമോളുടെ ജീവൻ അപകടത്തിലാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ രക്തബന്ധത്തിലുള്ളവർ വരെ. പക്ഷേ അവരുടെ വാക്കുകൾ ഞാൻ തള്ളിക്കളയുക ചെയ്തേ. കാരണം എന്റെ മോളോട് ഞാൻ ചോദിച്ചപ്പോ ഒരു പ്രശ്നമില്ല അച്ഛാന്ന് അവള് പറഞ്ഞേ. അതിനപ്പുറത്താ സുജാതയോടുള്ള എന്റെ വിശ്വാസം. അത് സദാനന്ദേട്ട, എന്റെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോ ജീവന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ചടങ്ങായിരുന്നു. സത്യത്തില് ഞാൻ സുജാതയുടെ കൈകളിൽ അവളെ ഏൽപ്പിച്ചത്. അമ്മയെന്ന സ്ഥാനമില്ല, അതിനേക്കാൾ ഒരുപാട് മേലെ ദൈവത്തിന്റെ സ്ഥാനത്ത്. എന്റെ മോളെ എന്നോട് ഒരു കാര്യവും പറയില്ല, എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പറയില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് നിശബ്ദനായിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് സുജാതയോട് ചോദിക്കുന്നത്, എന്താ അവരുടെ പ്രശ്നം? സദാനന്ദേട്ട, ഒരു വിവാഹബന്ധമാവുമ്പോ ചിലപ്പോ... ഇങ്ങനെയാണോ സുജാതയും രഘുവൊക്കെ ജീവിക്കുന്ന കുടുംബത്തില് ചോദിക്കാൻ പറയുക ചെയ്യുന്നത്? എനിക്കെന്തോ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയാണോ എന്നൊരു തോന്നല്. സുജാതേ, അതെനിക്ക് താങ്ങാനാവില്ല. എന്റെ മോളുടെ കരയാത്ത കണ്ണുകൾ പോലും എനിക്കിപ്പോ വിശ്വാസമില്ല. അവളുടെ മുഖത്തെ ചിരി, അതും എനിക്ക് വിശ്വാസമില്ല. എന്തിന്? സുജാത അടക്കം എന്നെ നോക്കി ചിരിക്കുന്ന ആരും എനിക്ക് വിശ്വാസമില്ല. ശരിയാ, കുക്കി കൊള്ളാത്തതാ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി എടുത്തത്. അതിന്റെ കുഴപ്പമായിരിക്കും. തൊണ്ടയിൽ ഇറങ്ങിയിട്ട് ഇറക്കാനും തുപ്പാനും വയ്യാതെ എന്റെ മോളെ അനുഭവിക്കുന്നത്. ഞാൻ എന്ത് വിശ്വാസത്തിൽ അവളെ ഇനി ഇവിടെ നിർത്തണം? അവളെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? എന്താ നിന്റെ പ്രശ്നം? നിത്യ തിരിച്ചു വന്നപ്പോ നീ എന്താ അവളെ ചെയ്തേ? ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പോയി വരാൻ വൈകിയത് എന്താണെന്ന് ഞാൻ അവളോട് ചോദിച്ചു, അത്ര തന്നെ. കള്ളം പറയരുത്.
അത് മാത്രമായിരുന്നു നിന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അവളുടെ അച്ഛന്റെ മുമ്പിൽ വെച്ച് ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെയാണോ തോന്നിയത്? അമ്മ ആരുപദ്രവിച്ചു? മിണ്ടരുത് നീ. എന്തിനാ നീ അങ്ങനെയൊക്കെ ചോദിച്ചേ? എടാ, നീ എന്താ ചെയ്തെന്ന് പറയടാ. അമ്മ ഇത്രയ്ക്കൊക്കെ എന്നോട് കടുപ്പിച്ച് ചോദിച്ചുകൊണ്ട് സത്യം എന്താണെന്ന് ഞാൻ പറയാം. ഇന്ന് രാവിലെ എനിക്ക് കുടിക്കാൻ വേണ്ടി നിത്യ പാല് തന്നു. അതിലെന്താ ചേർത്തേന്ന് ചോദിച്ചു നോക്കാം അവളോട്. ഞാനറിയാതെ എനിക്ക് കുടിക്കാനുള്ള പാലില് എന്തേലും ഗുളിക ചേർക്കുമ്പോ അതറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അത് തെറ്റാണോ? അതോ അത് ചോദിക്കാൻ പാടില്ലേ? മോളെ, നീ ആ ഗുളിക ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? പോയി എടുത്തോണ്ട് വാ. സംഭവിക്കുന്നതെല്ലാം എന്റെ കുഴപ്പങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാ. അപ്പൊ പിന്നെ എന്നെ ചതിക്കുന്നവരെ ഞാൻ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഗുളികയുടെ കാര്യമല്ലേ നീ ചോദിച്ചത്? ഇത് നിന്നെ അപകടപ്പെടുത്താനുള്ളതാണോന്നല്ലേ നിനക്കറിയേണ്ടത്? അയ്യോ അമ്മേ, നിനക്കെന്തേലും കുഴപ്പം വരാനുള്ളതാണ് ഈ മരുന്നെങ്കിൽ എനിക്കും കൂടി വന്നോട്ടെ. നീ ഒരുപാട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് ബിപിക്കുള്ള ഗുളികയാണ്. ഓനെ, നിനക്കും ബിപി ഉണ്ടല്ലോ. ഗുളിക വാങ്ങിച്ചാൽ നീ കഴിക്കാറുമില്ല. അതുകൊണ്ടാ ഇത് നീ അറിയാതെ പാലിൽ കലക്കി തരാൻ ഞാൻ നിത്യമോളോട് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.